ആയി തുടരും. അപ്പോൾ ഇന്നലെ ദുബായിലാണ് കണ്ടത്. രാത്രി 11 മണിക്കുള്ള ഷോ ആയിരുന്നു. ഷോ കഴിഞ്ഞ് ഞാൻ ഒരു 2 മണി 2:15 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയപ്പോൾ അവിടെ അടുത്ത സിനിമയ്ക്കുള്ള ആൾക്കാർ ക്യൂ ആണ്. അതാണ് അവസ്ഥ. ഞാൻ ദുബായിലാണ് കണ്ടത്. ആസ് യൂഷ്വൽ ദുബായിലാണ് കണ്ടത്. പിന്നെ എനിക്ക് സിനിമ നല്ലതാണെന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ തന്നെ നമ്മൾ പിന്നെ കുറേ റിവ്യൂസോ കാര്യങ്ങളൊന്നും നോക്കാൻ നിൽക്കരുത്. കാര്യം ഇതൊരു ലാലേട്ടൻ സിനിമയാണ്. ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ സിനിമാ പ്രേമിയാണെങ്കിൽ ആദ്യം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോളുക. അല്ലെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടത്തില്ല. അതാണ് അവസ്ഥ. ഇന്നിപ്പോൾ ഇതിന് 1-2 ദിവസത്തേക്ക് ഇനി ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല. കാര്യം ഞാനിത് തിരിച്ചറിഞ്ഞത് ദൃശ്യം തുടങ്ങിയാണ്. ഞാൻ അതിന് മുന്നേ ഒന്നും സിനിമ അഡിക്റ്റാണ്. സിനിമ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും ഒരു സിനിമ ഇറങ്ങി അതിൻ്റെ റിപ്പോർട്ട് നോക്കി ആദ്യത്തെ 1-2 ദിവസം പോയി കാണുക, അങ്ങനെയുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്ന ഒരാളല്ല. ഇഷ്ടമാണ് സിനിമയെപ്പറ്റി അത്രയും കാര്യങ്ങൾ അറിയാം. ഏത് ഡയലോഗ് ഏത് സിനിമയ്ക്കകത്താണെന്ന് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഞാൻ പറയും. പക്ഷേ ദൃശ്യത്തിൽ ഞാൻ ചെന്നു, സിനിമ കാണാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് വന്നു, ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട്. അന്നാണ് എനിക്ക് സിനിമ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വരുന്ന ഒരു ലാലേട്ടൻ സിനിമയുടെ പ്രത്യേകതകൾ ശരിക്കും ഞാൻ ഒബ്സർവ് ചെയ്തത്. ലാലേട്ടൻ ഫാനാണ്, അത്ര ഇഷ്ടമാണ് പുള്ളിനെ. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രൂപക്കൂടും, അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമകളെ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒത്തിരി മേഖലകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന പോലെ നമ്മൾ ചിലപ്പോൾ വേറെ ആർക്കും പറ്റണമെന്നില്ല. പക്ഷേ ഞാനിങ്ങനെ തിയേറ്ററിൽ പോയി അങ്ങനെ പുള്ളിയുടെ പടം ആദ്യത്തെ ഷോ തന്നെ കാണാൻ അങ്ങനെയുള്ള താല്പര്യമൊന്നും ആളൊന്നും അല്ല. പക്ഷേ ദൃശ്യത്തിൽ ടിക്കറ്റ് കിട്ടാണ്ട് വന്നു. പിന്നീട് പോയി കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഇതിൻ്റെ ഒരു സംഭവങ്ങൾ മനസ്സിലാക്കിയത്. പുള്ളിയുടെ സിനിമയ്ക്ക് ടിക്കറ്റ് ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കിട്ടത്തില്ല. നമ്മൾ പിന്നെ 1-2 ദിവസം പൈസ കൊടുത്ത് ബ്ലാക്കിൽ മേടിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമായിരുന്നു പണ്ടൊക്കെ, കേട്ടിട്ടുണ്ട് ഇതൊക്കെ കിട്ടും, ഇതൊക്കെ നിസ്സാരമാണ്. പക്ഷേ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. പിന്നീട് അതിന് ശേഷം ഒരിക്കലും എനിക്ക് പുള്ളിയുടെ പടത്തിൻ്റെ ടിക്കറ്റ് കിട്ടാണ്ട് വന്നിട്ടില്ല. കാര്യം എന്ന് പറയുന്നത് എനിക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കണത്, ഭയങ്കര ബുദ്ധിപരമായിട്ട് ഞാൻ ആദ്യം നോക്കണത് നേരെ പോയി ടിക്കറ്റ് എവിടെ കിട്ടുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വീക്കെൻഡിൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ പുള്ളിയുടെ ഒരു റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കാര്യത്തിൽ. പിന്നെ ഒത്തിരി ആൾക്കാർ നല്ല പോസിറ്റീവാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് പറയാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, പുള്ളീനെ ഒത്തിരി കാലത്തോളം നമുക്ക് പുള്ളീനെ ശരിക്കും മിസ് ചെയ്യുന്നില്ലായിരുന്നു. ഈ സമീപകാലത്തൊക്കെയാണ് പുള്ളിയുടെ പടങ്ങളും മിസ് ചെയ്തത്. കാര്യം ഒത്തിരി കാലത്തോളം പുള്ളിയുടെ ആക്ടറെയാണ് നല്ല രീതിയിൽ എല്ലാവരും ഉപയോഗിച്ചിട്ടിരുന്നത്. അന്നത്തെ എഴുത്തുകാരൻ നല്ലതായിരുന്നു. എഴുത്ത് നന്നാകുമ്പോൾ തന്നെ എപ്പോഴും ഒരു താരത്തിനെ എഴുത്തുകാരെ എവിടെ ഉപയോഗിച്ചിട്ടില്ല. കാര്യം അവരൊക്കെ പ്യുവർ എഴുത്തുകാർ തന്നെയായിരുന്നു. ഒരു താരത്തിന് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ എവിടെ സംഭവിച്ചിട്ടില്ല. ഇൻ കേസ് താരത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നടനെയും കൂടി ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു എഴുത്ത് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് വന്നു മാർക്കറ്റ് കൂടി, ആരാധകരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറി, ആരാധകർക്ക് വേണ്ടി സിനിമ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് എഴുത്തിൽ താരത്തെ കയറ്റാൻ തുടങ്ങി, നടനെ മറന്നു തുടങ്ങി. അപ്പോഴാണ് ഇയാളെ നമുക്ക് മിസ് ചെയ്തത്. അങ്ങനെ മിസ് ചെയ്തത് കൊണ്ട് ഒരു കാര്യത്തിൽ ഗുണമാണ്, ഇപ്പം നമുക്ക് പുള്ളിയുടെ ഒരു നല്ല ക്യാരക്ടർ കാണാൻ വേണ്ടി കൊതിക്കുവാണ് ആൾക്കാർ. ഓക്കെ, പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ കണ്ടാണ് ആൾക്കാർ ഇറക്കുന്നത്. കാര്യം ആ സിനിമകൾ ഒത്തിരി ആൾക്കാർ കാണാനുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ. അവർ പോയി കാണട്ടെ എന്നുള്ള ഒരു പ്രകൃതിയുടെ നിയമം തന്നെയായിരിക്കാം. അങ്ങനെ പുള്ളിക്ക് കുറേ കാലമായിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഹൈപ്പ് പടങ്ങൾ അല്ലെങ്കിൽ നല്ല സിനിമകൾ കൊടുക്കാത്തത് നല്ലതാണ് കാര്യം. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി സിനിമയിലേക്ക് വരുമ്പോൾ തരൺമൂർത്തി, നമുക്ക് പറഞ്ഞ പോലെ ഓപ്പറേഷൻ ചാവ്, എനിക്ക് ഓപ്പറേഷൻ ചാവ് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. ഞാൻ അന്ന് അത് കണ്ടപ്പോൾ തന്നെ ആലോചിച്ചതാണ് ഈ പുള്ളിയുടെ ഒരു ചിന്ത. നമ്മളൊന്നും ആ രീതിക്ക് ചിന്തിച്ചിട്ടേ ഇല്ല ആ സമയത്തൊന്നും. അപ്പോൾ ഇങ്ങനെ സിനിമ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഇറക്കുകയല്ലേ സിനിമ, ഇതൊക്കെ ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ ചെയ്യാല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചൊരു കേസാണ്. അപ്പോൾ അന്ന് തുടങ്ങി തരൺമൂർത്തിയെ നമ്മൾ നോക്കി വെച്ചിരിക്കുന്നവരാണ്. സൗദി വെള്ളമൊക്കെ വന്നു, അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ സിനിമകളൊന്നും അങ്ങനെ ഇതൊന്നുമല്ല. അപ്പോൾ ഇതേപോലുള്ള ആൾക്കാർക്ക്, തരൺമൂർത്തിയെപ്പോലെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ LJP അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പുതിയ രീതിയിലുള്ള മേക്കേഴ്സിന്, നമ്മുടെ കണ്ട കഥകൾ തന്നെ ആയാലും കുഴപ്പമില്ല, നമ്മൾ കണ്ട ഗ്രാമീണ പശ്ചാത്തലമായാലും കുഴപ്പമില്ല, അത് പുതിയ ആൾക്കാർ ചെയ്യുമ്പോഴുള്ളൊരു പുതുമയുണ്ട്. അതിലൂടെ ലാലേട്ടനെ കാണണമെന്ന് ഒത്തിരി ആൾക്കാർ പോലെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. ഈ സ്ക്രിപ്റ്റിൻ്റെ അറിയാമല്ലോ, ഈ സ്ക്രിപ്റ്റ് ശരിക്കും കുറേ വർഷമായിട്ട് രജപുത്ര രഞ്ജിത്ത്, ചിപ്പി രഞ്ജിത്ത്, അങ്ങനെ അവർ ഒത്തിരി വർഷമായിട്ട് ലാലേട്ടൻ്റെ കുറേ കൊണ്ട് നടക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ലാലേട്ടൻ അത് നോ പറഞ്ഞ് നിർത്തിയിരിക്കുന്നതായിരുന്നു. കാര്യം അതിനകത്ത് കുറച്ച് കറക്ഷൻസ് വരുത്താനുണ്ടായിരുന്നു. അവസാനമാണത് കറക്ഷൻസ് വന്നു, കറക്ഷൻസ് റെഡിയാക്കി പെട്ടെന്ന് അത് ഓക്കെ പറയുമായിരുന്നു പുള്ളിക്ക്. ബാക്കി സിനിമകളുടെ പ്രൊജക്റ്റുകളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കയറി ചെയ്തൊരു സിനിമയായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാര്യം ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളി ഇത്ര കാലമായിട്ട് ഇവർ പുറകെ നടക്കുന്നതുകൊണ്ട് ഈ കഥകൾ കൊണ്ടും പുള്ളി ഈ സിനിമ എപ്പോൾ വന്നാലും അത് കയറി ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടിരിക്കുന്ന എല്ലാ സിനിമക്കാരോടും എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാണ്. കാര്യം ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നുണ്ട്, അത് എപ്പോൾ വന്നാലും അത് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. കാര്യം അത് ഒത്തിരി വർഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണെന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാണ്. അങ്ങനെ കയറി ചെയ്തൊരു പ്രൊജക്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ തരൺമൂർത്തിയിലേക്ക് വരുന്നത്, തരൺമൂർത്തിയും കൂടി ഒരു സ്ക്രിപ്റ്റിൻ്റെതായിട്ടുള്ള ഐഡിയ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പെട്ടെന്ന് സ്ക്രിപ്റ്റ് ഓക്കെ ആണെന്ന് ലാലേട്ടൻ പറയുന്നത്. ഏതോ വലിയ പ്രൊജക്റ്റുകളുടെ ഇടയ്ക്ക് പുള്ളി ഇത് കയറി ചെയ്യണത്. അത് കുറച്ച് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സിനിമയുടെ ടോട്ടാലിറ്റി പോകുന്നത്. അപ്പോൾ ഈ സിനിമ നമ്മൾ ടാക്സി ഡ്രൈവറായിട്ട് ഷൺമുഖനെ കാണിക്കുന്നു, അതിൻ്റെ ട്രെയിലർ കാണിക്കുന്നു, ടീസർ കാണിക്കുന്നു, ശോഭന മാം വരുന്നു, ശോഭനയുടെ ഇത് വരുന്നു, ദൃശ്യ മോഡൽ ഒരു ഫാമിലിയുടെ പോസ്റ്റേഴ്സ് ഇവർ പ്രത്യക്ഷപ്പെടുത്തുന്നു, ലാലേട്ടൻ്റെ മുണ്ടെടുത്ത വേഷങ്ങൾ വരുന്നു, നല്ല രസകരമായിട്ടുള്ള നാട്ടിൻപുറങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് മിസ്സായ പല കാര്യങ്ങളുണ്ട്, അത് വീണ്ടും നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നു.
അപ്പോൾ ഇത് ട്രെയിലർ ടീസറിൽ തന്നെ ആൾക്കാർക്കൊരു പോസിറ്റീവ് വൈബ് അടിച്ചു. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത്. ഓൾറെഡി ഒരു ലാലേട്ടൻ സിനിമയ്ക്ക് ഹൈപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതിൻ്റെ പ്രീ പ്രൊമോഷൻ എവിടെയും ഇത് ഇൻ്റർവ്യൂസ് ആ സംവിധായകൻ എവിടെയൊക്കെ പോയി കൊടുക്കുന്നതല്ലാണ്ട് ആരും ഇതിൻ്റെ പ്രൊമോഷൻ എവിടെയും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഇത് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. കാര്യം ഇത് ആൾക്കാർ എങ്ങനെയാണ് ഇത് എടുക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ദൃശ്യം പോലൊരു സിനിമ നിൽക്കുമ്പോൾ അതിൻ്റെ ത്രില്ലർ എലമെൻറ്റ് എത്രത്തോളം നമ്മളെ ത്രില്ല് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അത് ഫസ്റ്റും സെക്കൻഡും അത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരികയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ ഇവർ എവിടെയും കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ ചിലപ്പോൾ പ്രൊമോഷൻ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് വന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിനിമ. ഈ സിനിമയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഷൺമുഖൻ എന്ന് പറഞ്ഞൊരു ടാക്സി ഡ്രൈവറായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. ലാലേട്ടൻ്റെ ഇതിൻ്റെ അകത്ത് മെയിൻ കഥാപാത്രങ്ങൾ എവിടെയൊക്കെ വന്ന് പേസ്റ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇതിനകത്ത് ഇതിൻ്റെ അപ്ഡേഷൻ സിനിമ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് എവിടെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഏരിയകൾ, അവിടെ എന്തൊക്കെ പെർഫോമൻസ് വരാൻ സാധ്യതയുണ്ട്, അവിടെ എങ്ങനെ ആ പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഈ സ്റ്റോറി ഫസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. ലാലേട്ടൻ ഒരു പത്തനംതിട്ടക്കാരനായ ഒരു മലയാളി, ഒരു തമിഴ്നാട് കൾച്ചർ പുള്ളിയുടെ ഇതിൽ സംസാരത്തിൽ പുള്ളിയുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ റീസൺസ് പറയുന്നുണ്ട്. പുള്ളി ഒരു സ്റ്റണ്ട് മാസ്റ്ററുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് കുറേ സിനിമകളുടെ ഭാഗമായിട്ട് പുള്ളി അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ തമിഴ് മലയാള സിനിമ മമ്മൂക്കയൊക്കെ വരുന്നുണ്ട്. സിനിമ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ റെഫറൻസും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. കുറേ പിക്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മളെ പഴയ പാട്ടിനകത്ത് കണ്ട പോലെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പുള്ളിയുടെ ഫോട്ടോയും കാര്യങ്ങളും വരുന്നത് പുള്ളി അതിനകത്ത് അസിസ്റ്റ് ചെയ്ത രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്ന പോകുന്ന സിനിമ വളരെ ഒരു സ്ലോ പോയിസണായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര രസമാണ് ഇത് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ പതുക്കെ നമ്മൾ ഈ 6-ാം തമ്പുരാൻ സിനിമ തുടങ്ങി ഇങ്ങനെ പതുക്കെ പ്രോഗ്രസ് ചെയ്ത് പോകില്ല, ഇങ്ങനെ പതുക്കെ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വളരെ നല്ല കൈയടക്കത്തോടുകൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ അങ്ങനെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഇമോഷൻസ്, ആക്ടിങ്, അദ്ദേഹത്തിൻ്റെ മാസ്, ഈ 3-4 കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ടത് നമുക്കറിയാം. പിന്നെ സ്റ്റോറി ബേസിലേക്ക് വരുമ്പോൾ ഈ സ്റ്റോറി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ്. നമുക്ക് അങ്ങനെയാണ് ഈ സ്റ്റോറി പോകുന്നത്. ശരിക്കും ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ഇതിങ്ങനെ നടക്കുമെന്ന് എനിക്ക് പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. സ്റ്റിൽ ആ പ്രഡിക്ഷൻ നമ്മളെക്കാളും ഉറപ്പായിട്ട് ഇവർക്ക് ഇതിൻ്റെ എഴുത്തുകാർക്കും ഇതിൻ്റെ ഡയറക്ടർക്കും അറിയാമായിരിക്കണം. ആ പ്രഡിക്ഷനിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇവരെങ്ങനെ നമ്മളെ രസിപ്പിച്ചു, നമ്മളെങ്ങനെ എൻഗേജ് ചെയ്യിച്ചു, അതാണ് ഇവരുടെ വിജയം. എനിക്കതാണ് തോന്നിയത്. ഇതൊരു ദൃശ്യം മോഡൽ സിനിമയോ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാര്യം ദൃശ്യം ഒരൊറ്റ സിനിമയുള്ളൂ. അതിന് മുന്നേയും അങ്ങനെ ഒരു സിനിമ ആർക്കും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഇത് പോരുത് അങ്ങനത്തെ ഒരു സിനിമയിൽ ത്രില്ലറാണ്, ഇതിനകത്തൊരു ഫാമിലി ഡ്രാമയുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഫൈറ്റ് എല്ലാം വരുന്നുണ്ട്. ദൃശ്യത്തിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നൊന്നുമില്ല. പക്ഷേ അത് വേറൊരു ലെവലായിരുന്നു ആ പടം. ഇത് വേറൊരു ലെവലാണ് പടം. ഇതിൻ്റെ രീതിക്ക് വേറൊരു ലെവലാണ് ഈ പടം. നല്ല ഫാക്ടേഴ്സാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നല്ല രീതിയിൽ ട്രോളുന്നുണ്ട്. നമ്മളീ പറഞ്ഞത് മറ്റേ താടി എടുക്കുന്ന കാര്യം മാത്രമായിട്ടാണ് പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. നമ്മൾ ആ ട്രെയിലർ കണ്ടത് അതൊന്നുമല്ല. എത്ര മലക്കോട്ട് വാലിബൻ, നിജം, അതേപോലെ ശോഭനയുടെ ശരിക്കും മാടമ്പള്ളിയിലെ മനസ്സിലായി. അങ്ങനെ എത്ര പുള്ളിയുടെ തന്നെ പടങ്ങളുടെ റെഫറൻസ് ഡയലോഗുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നറിയാം. പിന്നെ ലാലേട്ടൻ സിനിമകളുടെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു മലയാളിക്കും കാണാപ്പാടാണ്. നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം ലൈഫിൽ ഈ റെഫറൻസായിട്ട് ഞാനൊക്കെ ഓരോ ദിവസം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ മാത്രം നമ്മളെല്ലാവരും നമ്മളറിയാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പല ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ട്, പക്ഷേ പല ആൾക്കാർ അവരറിയാണ്ട് പോലും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഏത് നടൻ്റെയാണെന്ന് പോലും അറിയാണ്ട്. കാര്യം അത്രത്തോളം നമുക്കിടയിൽ അത് ആണ് ആ ഒരു വൈബുണ്ട്, ആ ഒരു സർക്കുലേഷൻ ഉണ്ട് ആ ഡയലോഗുകളുടെ. അത് പുള്ളി അത് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. പിന്നെ ആരുടെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ശരിക്കും ഈ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ അഭിനയിച്ചില്ലെങ്കിൽ ഈ സിനിമ ഇങ്ങനെ ഒരു വലിയ സിനിമ ആകില്ല, അത് ഗ്യാരണ്ടിയാണ്. ലാലേട്ടൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത്. നല്ല ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെയാണ്, എൻ്റെ സ്ക്രിപ്റ്റ് ഓക്കെയാണ്, എൻ്റെ സിനിമാറ്റോഗ്രാഫി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്, വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള പിക്ചേഴ്സും എൻ്റെ സ്ക്രീനും എല്ലാം കൃത്യമാണ്. അതിനകത്ത് ഒരു മലയിടിച്ചിൽ ഉരുൾപൊട്ടൽ കാണിക്കുന്നുണ്ട്, കാട് കാണിക്കുന്നുണ്ട്, കുടുംബം കാണിക്കുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു ഡാർക്ക്നെസ് കാണിക്കുന്നുണ്ട്, ഒരു അന്തരീക്ഷം മൂടി കെട്ടിയ രീതിയിലുള്ള പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ലാലേട്ടനെ താരമാക്കുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളി പെർഫോമൻസ്. ഇത് ശരിക്കും ഒരു കണ്ടൻറ് ഓറിയൻറ്റഡ് സിനിമയാണ്. പിന്നെ കണ്ടൻറ് ഉണ്ടെങ്കിൽ അറിയാം ലാലേട്ടൻ കസറും, അല്ലാണ്ട് തന്നെ പുള്ളി കസറും. കണ്ടൻറ്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണം. പിന്നെ കുതിരവട്ടം അപ്പുൻ്റെ മോൻ ബിനു പപ്പു, അത് പുള്ളിയുടെ സിനിമത്തെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. പുള്ളിയുടെ ഒരു മെയിൻ താരം തന്നെയാണ്. നമ്മുടെ പണ്ട് സിദ്ദിഖ് ലാൽ ജഗദീഷിനെ, അല്ലെങ്കിൽ പണ്ട് സിദ്ദിഖ് ലാൽ ഇന്നസെൻറ്റിനെ ഉപയോഗിച്ച പോലെ തന്നെയാണ് ഈ കുതിരവട്ടം അപ്പുവിൻ്റെ മോനെ ബിനു പപ്പുവിനെ ഇവരുപയോഗിക്കുന്നത്. അതിൽ ബിനു പപ്പുവിനെ എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ക്യാരക്ടറിലൊന്നാണ്, അതൊരു സംശയമില്ല കേട്ടോ. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്. പിന്നെ പപ്പുവിൻ്റെതായിട്ടുള്ള കുറേ സംസാര രീതികളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഡയലോഗുകൾ എനിക്ക് മിസ്സായി. പപ്പുവിൻ്റെതായിട്ടുള്ള കുറച്ച് ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം എനിക്കുണ്ട് പുള്ളി സംസാരിക്കണില്ല. അത് അതിനകത്ത് എനിക്ക് പല രീതിയിലും തോന്നി. പക്ഷേ പെർഫോമൻസ് സൂപ്പറാണ്, അസാധ്യ നടനായിട്ട് തോന്നി. പിന്നെ വേറെ പ്രകാശ് വർമ്മ, എൻ്റെ പൊന്നെ, ആ ക്യാരക്ടർ ഒരു ഹിഡൻ ക്യാരക്ടറാണ്. അവർ ഇന്നലെ പറ്റിയാണ് റിലീസിന് ശേഷമാണ് അവർ ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു ക്യാരക്ടറിനെ, ഞങ്ങളെ പുതിയ ക്യാരക്ടർ എന്ന് പറഞ്ഞ് പുള്ളിനെ കാണിച്ചിരിക്കുന്നത്. ട്രെയിലറിലോ ടീസറിലോ ഒന്നുമില്ല.
അത് നല്ല രീതിയിൽ അവർക്കറിയാം, ആ ക്യാരക്ടറിനെ നല്ല രീതിയിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പുറത്തെവിടെയും സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. കാര്യം ഇതൊരു ഓൾറെഡി ഒരു പ്രഡിക്ഷനുള്ള സിനിമയാണ്. സ്റ്റോറി കാണുമ്പോൾ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് ഈ സിനിമ സ്റ്റോറി. അപ്പോൾ അതിനകത്ത് വേറൊരു ക്യാരക്ടറിനെയും കൂടി എല്ലാവരും കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ബ്യൂട്ടിയെന്ന് തോന്നിയിട്ടായിരിക്കാം ആ ക്യാരക്ടറിനെ ഹൈഡ് ചെയ്ത് വെച്ച് നന്നായി. കാര്യം ഒന്നാമത്തെ കുറച്ചേ ഉള്ളൂ, അതിനകത്ത് മൊത്തം കാണിക്കണേക്കാൾ നല്ലത് ഒരാളെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു നല്ലൊരു ഐഡിയ തന്നെയാണ്. ആ ക്യാരക്ടർ ശരിക്കും അയാളുടെ ഫേസിൽ തന്നെ ഒരു നിഗൂഢതയാണ്, നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആങ്കർ, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു സിനിമയ്ക്കകത്തൊരു നടനുണ്ട്, നമുക്ക് ചില നടന്മാരെയും മുഖം കണ്ടാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചില ആൾക്കാരുണ്ട്, അവരെന്താണ് ചിന്തിക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് ഓൾറെഡി ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ഈ പുള്ളിനെ എനിക്ക് തോന്നിയത്. എവിടെ പരസ്യചിത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പുള്ളി, വോഡാഫോണാണ് ഏതൊരു പരസ്യചിത്രത്തിൽ. അപ്പോൾ അത് കാണുമ്പോഴേ അറിയാം പുള്ളിയുടെ, അപ്പോൾ പുള്ളീനെ അത്രയും ആ ഒരു പുള്ളിയുടെ ആ ഫേസിലുള്ള ആ ഒരു കൗതുകം തന്നെ ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഒരു സ്ലോ പോയിസണായിട്ട് ഇങ്ങനെ പ്രോഗ്രസീവ്, പുള്ളിയുടെ അപ്പ് ആൻഡ് ഡൗൺ, പുള്ളിയുടെ ഫേസിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഒട്ടും മനസ്സിലായില്ല. പക്ഷേ നമുക്കറിയാം എന്തൊക്കെയോ എവിടെയൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന്. ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു പേടി നമ്മുടെ ഉള്ളിലേക്ക് അതിങ്ങനെ ഇങ്ങനെ 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 ഒരു 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 കവറിങ്, ഒരു ഇങ്ങനെ ഈ മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടിയതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ ആ ഒരു ഫിഗർ തരുന്നുണ്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ. അതിങ്ങനെ കയറി പോയി അവസാനം കത്തിക്കയറുവാണ്. അതേപോലെ തന്നെയാണ് ശോഭനയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ബാക്കിയല്ല നമ്മുടെ സംഗീത് വരുന്ന കുറച്ച് നേരത്തേക്ക് വരുന്നുള്ളൂ, അതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇർഷാദാണെന്ന് തോന്നുന്നു, ഇർഷാദ് മണിയമ്പിള്ള രാജ് കുഴപ്പമില്ല, നല്ല രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. മണിയമ്പിള്ള രാജിന് ഇപ്പോഴൊക്കെയാണ് കുറച്ച് വേഷങ്ങൾ നല്ലത് കിട്ടാൻ തുടങ്ങിയത് തോന്നുന്നത്. അപ്പോൾ ടോട്ടലി ഇങ്ങനെയാണ് സിനിമ പോകുന്നത്. പിന്നെ ടോട്ടലി ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു മിക്സിങ് ഓഫ് ഒരു ഭ്രമരം, അല്ലെങ്കിൽ ഭ്രമരമാണെന്ന് പറയാം, മിക്സിങ് ഓഫ് ഒരു ഭ്രമരം, പിന്നെ ഒരു മാസ്, ഏതെങ്കിലും ലാലേട്ടൻ്റെ ഒരു മാസ് സിനിമ, ഒരു നരൻ ഭ്രമരം, പിന്നെ നരനായിട്ട് കൂട്ടാം. കാര്യം നരനും പുലിപുരുവനായിട്ട് കൂട്ടും, കാര്യം പുള്ളി അതിനകത്ത് രണ്ടിലും വളരെ സാധാരണക്കാരനാണ്. അതിൽ നിന്നുകൊണ്ടാണ് പുള്ളി മാസ് കളിക്കുന്നത്. അപ്പോൾ ഭ്രമരം, ഒരു നരൻ, എൻ്റെ ഒരു മിക്സിങ്, പിന്നെ കുറച്ചൊക്കെ ഒരു ദൃശ്യം, എൻ്റെ ഒരു മിക്സിങ് ആണെന്ന് പറയാം. അങ്ങനെയാണ് സിനിമ ടോട്ടലി ഇവരെടുത്ത് വെച്ചിരിക്കുന്നത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു എഴുത്തുകാരനും മേക്കറുമാണ് സന്മൂർത്തി. കാര്യം ടോട്ടൽ സിനിമയിൽ മാത്രം അല്ല പുള്ളി സംസാരിച്ചിരിക്കുന്നത്, പുള്ളി പല റെഫറൻസും കൂടി വെച്ച് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതും കൂടി കൊണ്ട് പുള്ളിക്ക് ഒരു സംഭവം, ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഔട്ട്പുട്ടാക്കി നല്ല രീതിയിൽ മാറ്റാം എന്നുള്ളത് പുള്ളിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഡ്രോബാക്കായിട്ടൊന്നും പറയാനില്ല, ഇതാണ് ഈ സിനിമ ടോട്ടലി നമുക്ക് പ്രഡിക്റ്റബിളാണ്. പക്ഷേ ആ പ്രഡിക്റ്റബിലിറ്റി നിന്നുകൊണ്ട് തന്നെ നമ്മളെ അതിശയിപ്പിച്ചെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഓക്കെ, ഈ സിനിമ എന്തായാലും കളക്ഷൻ നേടിപ്പോകും, ഒരു 100 കോടിക്ക് മേലെ ഈസിയായിട്ട് കയറും, അത് വലിയ സംശയമൊന്നുമില്ല. പിന്നെ നല്ല കുറച്ച് പാട്ടുകളുണ്ട്, അത് വളരെ രസകരമായിട്ട് തോന്നി. ആദ്യത്തെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാട്ടുകൾ കയറ്റി വിട്ടിട്ടുണ്ട്. അതിങ്ങനെ നല്ല രസകരമായിട്ട് ഇത് ചെയ്തു പോകുന്നുണ്ട്, എല്ലാ രീതിയിലും ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ മാസ് ഉപയോഗിക്കാനായിട്ട് മാസിൻ്റെതായിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, മുണ്ട് മടക്കി കുത്തുക, അദ്ദേഹത്തിൻ്റെ നിപ്പ് കാര്യങ്ങൾ, മാല, അതെല്ലാം നല്ല കിടുക്കനായിട്ട് ഉപയോഗിച്ചിട്ട്. പിന്നെ ലാലേട്ടൻ വളരെ സാധാരണ രീതിയിൽ നിന്നേച്ചും ഒന്ന് മാസിലേക്ക് വരുമ്പോഴുള്ള ഒരു ബ്യൂട്ടിയുണ്ട്, അത് പണ്ട് കാലം തുടങ്ങിയിട്ടുണ്ട്. ആ ബ്യൂട്ടീനകത്ത് വിടാണ്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങൾ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യങ്ങൾ, എൻ്റെ അടുത്തിരുന്ന ചില ആളും പുള്ളിയുടെ വൈഫും മക്കളൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ സിനിമ അത്ര ക്രേസി ആയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരല്ല തോന്നുന്നു. പക്ഷേ പുള്ളി എനിക്ക് തോന്നുന്നു പണ്ടത്തെ ലാലേട്ടൻ ഫാനാണ്. അതുകൊണ്ട് തന്നെ പുള്ളി സിനിമയുടെ ആദ്യം തുടങ്ങിയ അവസാനം വരെ ഞാനൊരിക്കലും ഉദ്ദേശിച്ചില്ല, പുള്ളി അത്ര ആസ്വദിച്ച് ചാടി എണീറ്റ് തുള്ളുവൊക്കെ ആയിരുന്നു. അതേപോലെ എൻ്റെ അടുത്ത സൈഡിൽ ഇരുന്ന് വെച്ചാൽ, എൻ്റെ 2 സൈഡിൽ ഒരാൾ കാര്യമാണ് പറഞ്ഞു, അടുത്ത സൈഡിൽ ഇരുന്ന് വെച്ചത് ഒരു തമിഴാണ്, പെണ്ണ് തമിഴാണ്, മറ്റേ ചെക്കൻ മലയാളിയാണെന്ന് തോന്നുന്നു. ആ പെണ്ണും ഭയങ്കര രസകരമായിട്ട് ആസ്വദിച്ച് കൈയടിക്കുന്ന പല സീനുകളും ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് തമിഴ് സ്റ്റോറി എന്ന് പറയുന്നത് തമിഴ് ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ, അത് ഈ പറഞ്ഞ ഒരു കാര്യം, അതിന് റീസൺസ് അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും വേറെ പറയാനില്ല, ഇത്ര ഉള്ളൂ ഈ പടം. ഞാനിപ്പോൾ ഒത്തിരി പറഞ്ഞു, കാര്യം നമ്മളിതിനെപ്പറ്റി കുറേ വീഡിയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് വേറെ ഇത് പറഞ്ഞതേ ഉള്ളൂ. അതിലും പടം കൊള്ളാം, ഓവറോൾ അടിപൊളിയാണ്. റിപ്പീറ്റഡ് ആയിട്ട് പല ആൾക്കാർ ഇത് കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബൈ.